എറണാകുളം കാക്കനാട്ടെ കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥനും സഹോദരിയും അമ്മയും മരിച്ച നിലയിൽ. കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയ്, സഹോദരി ശാലിനി വിജയ്, അമ്മ ശകുന്തള എന്നിവരാണ് മരിച്ചത്. പോലീസ് പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ 4 മാസത്തോളം അല്ല, ഉദ്യോഗസ്ഥർ വരാത്ത ഇവിടെ ഇവർ ഓഫീസിൽ കാണാതായപ്പോഴേക്കും അവരിവിടെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം അറിയുന്നത്. 3 പേരും കണ്ടെത്തി. ഒരു 80 വയസ്സ് ഉണ്ടാവും. സഹോദരിക്ക് 35 മുകളിൽ ഉണ്ടെന്നാണ് അറിയിച്ചത്. കൃത്യമായി അറിയില്ല. അതെ. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ, വളരെയധികം ദാരുണമായൊരു സംഭവം തന്നെയാണ്. എന്താണ് ഇതിന് പിന്നിൽ? എപ്പോഴാണ് ഈ മരണം സംഭവിച്ചത്? തുടങ്ങിയ വിവരങ്ങൾ എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ? വിഷ്ണു, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഇന്ന് വൈകിട്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥനായ അഡീഷണൽ കമ്മീഷണറായിട്ടുള്ള മനീഷ് വിജയ് അവധി കഴിഞ്ഞിട്ടും 5 ദിവസത്തെ അവധിയിലായിരുന്നു. അവധി കഴിഞ്ഞിട്ടും ഇദ്ദേഹം ജോലിയിൽ തിരിച്ച് പ്രവേശിച്ചിരുന്നില്ല. അതേ തുടർന്ന് സഹപ്രവർത്തകർ ഇവർ താമസിച്ചിരുന്ന കസ്റ്റംസ് ക്വാർട്ടേഴ്സിലെത്തി പരിശോധന നടത്തുമ്പോഴാണ് മൃതദേഹം കാണുന്നത്. അതിൽ മനീഷ് വിജയുടെയും ഒപ്പം തന്നെ സഹോദരി ശാലിനി വിജയുടെയും മൃതദേഹം, അത് മുൻവശത്തുള്ള മുറിയിൽ മനീഷ് വിജയുടെയും അടുക്കളയ്ക്ക് സമീപമുള്ള മുറിയിൽ സഹോദരി ശാലിനി വിജയുടെയും മൃതദേഹം കണ്ടു. തുടർന്ന് ഇതിനകത്ത് കയറി അല്പം മുമ്പ് മാത്രമാണ് പോലീസ് പരിശോധന നടത്തുന്നത്. ഫോറൻസിക് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഫോട്ടോഗ്രാഫറും അടക്കമുള്ളവരും വാർഡ് കൗൺസിലർ അടക്കമുള്ളവരും എത്തിയതിന് ശേഷമാണ് ഇവർ വാതിൽ പൊളിച്ച് അകത്ത് കിടന്നത്. അകത്ത് കയറി നടത്തിയ പരിശോധനയിലാണ് അമ്മ ശകുന്തള അഗർവാളിൻ്റെ മൃതദേഹവും കണ്ടെത്തിയത്. അങ്ങനെ 3 മൃതദേഹങ്ങളാണ് ഈ വീടിനുള്ളിൽ, ഈ ക്വാർട്ടേഴ്സിനുള്ളിൽ കണ്ടെത്തിയിട്ടുള്ളത്. എന്താണ് മരണകാരണം? ആത്മഹത്യയാണോ? ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അതിൽ വ്യക്തത വരണമെങ്കിൽ ഇനി ഇൻക്വസ്റ്റും തുടർന്നുള്ള പോസ്റ്റ്മോർട്ടവും അടക്കം നടത്തേണ്ടി വരും. അതിനുശേഷം മാത്രമേ അതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവൂ. എന്തു തന്നെയായാലും 5 ദിവസത്തെ അവധിക്ക് ശേഷം ദിവസങ്ങൾ പിന്നിട്ടിട്ടും മനീഷ് തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചിരുന്നില്ല. അതേ തുടർന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ക്വാർട്ടേഴ്സിലെത്തി പരിശോധന നടത്തുന്നത്. ആ പരിശോധനയിലാണ് ഇത്തരത്തിൽ മൃതദേഹം കാണുന്നത്. മുന്നിലെ വാതിലിൽ അഴുകിയ നിലയിലാണ് മനീഷ് വിജയുടെ മൃതദേഹം. ഇതിന് 3 ദിവസത്തിലധികം പഴക്കമുണ്ടെന്നാണ് പ്രാഥമികമായ നിഗമനം. സഹോദരി ശാലിനി വിജയ്, മനീഷ് വിജയും തൂങ്ങി മരിച്ച നിലയിലും അമ്മയുടെ മൃതദേഹം കട്ടിലിൽ കിടക്കുന്ന നിലയിലുമാണ്. എന്താണ് ഇത്തരമൊരു മരണത്തിലേക്ക് വഴിവെച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിലെ സ്ഥിരീകരണം ഇനിയും എത്തേണ്ടതുണ്ട്. ജാർഖണ്ഡ് സ്വദേശിയാണ് മനീഷ് വിജയും കുടുംബവും. ഇത് ഉന്നത റാങ്കോടുകൂടി IRS പരീക്ഷ വിജയിച്ച വ്യക്തിയായിരുന്നു മനീഷ് വിജയ്. കസ്റ്റംസിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിദഗ്ധരും അടക്കമുള്ളവർ പരിശോധന നടത്തുകയാണ്. അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റാനാണ് തീരുമാനം. നാളെ രാവിലെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടക്കുക. എന്തു തന്നെ ആയാലും ഈ നാടിനെ ആകെ തന്നെ നടുക്കിയ ഒരു സംഭവമാണ്. നാട്ടുകാർക്കാർക്കും തന്നെ ഇവരുമായി താമസിക്കുന്ന കുടുംബവുമായി വലിയ അടുപ്പമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരെ പുറത്തേക്ക് കാണാത്തതിലോ ഒന്നും മറ്റ് സംശയങ്ങളോ ഒന്നും തന്നെ തോന്നിയിരുന്നില്ല. പ്രത്യേകിച്ചും ഇതര സംസ്ഥാനത്ത് നിന്നുള്ളവരായതുകൊണ്ട് തന്നെ അവർ നാട്ടിലേക്ക് പോയതോ അവധിയിലായിരിക്കും എന്നൊക്കെയുള്ള കണക്കുകൂട്ടലായിരിക്കും പ്രദേശവാസികൾക്കും ഉണ്ടാവുക. എന്തു തന്നെയാലും ഇപ്പോൾ വലിയ രീതിയിൽ ദുർഗന്ധം വരുന്നുണ്ട്. എന്നാൽ ആ ദുർഗന്ധത്തിൽ പോലും നാട്ടുകാർക്ക് കാര്യമായ സംശയങ്ങൾ തോന്നിയിരുന്നില്ല. ജനാലകളെല്ലാം തന്നെ തുറന്ന നിലയിലാണ്. ആ ജനാലയിലൂടെയാണ് മനീഷ് വിജയുടെയും ഒപ്പം ശാലിനി വിജയുടെയും മൃതദേഹങ്ങൾ ഇവിടെ ക്വാർട്ടേഴ്സിലെത്തിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കണ്ടത്. അതിന് ശേഷമാണ് പോലീസിൽ വിവരമറിയിക്കുകയും നാട്ടുകാർ തടിച്ചുകൂടുകയും മറ്റും ഉണ്ടാവുന്നത്. ഇപ്പോൾ കതവ് ചവിട്ടി പൊളിച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥർ അകത്ത് കടന്നത്. ആ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അമ്മയുടെ മൃതദേഹവും ഇവിടെ തന്നെ ഉണ്ട്. ആദ്യം ഒരു അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന ഒരു സംശയവും നിലനിന്നിരുന്നു. എന്നാൽ അമ്മയുടെ മൃതദേഹവും ഇവിടെ വീടിനുള്ളിൽ തന്നെ ഉണ്ട് എന്ന് ഇപ്പോൾ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അല്പം മുമ്പ് വാർഡ് കൗൺസിലർ ഈ പരിശോധനയ്ക്കെല്ലാം ഒപ്പം ചേർന്ന് അകത്ത് കടന്ന വാർഡ് കൗൺസിലറിൻ്റെ പ്രതികരണത്തിലാണ് 3 മൃതദേഹങ്ങളുണ്ട് എന്ന ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നത്. 3 മൃതദേഹങ്ങളും അഴുകിയ നിലയിലാണ്. ഒരേ ദിവസം തന്നെ ഏകദേശം സമാന സമയത്ത് തന്നെ സംഭവിച്ച മരണമാണ് എന്ന ഒരു നിഗമനമാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ എന്താവും ഇത്തരം ഒരു മരണത്തിലേക്ക് വഴിവെച്ചതെന്നടക്കമുള്ള കാര്യങ്ങളിൽ ദുരൂഹത ബാക്കി നിൽക്കുകയാണ്. വിഷ്ണു.
സുധീഷ, നിലവിൽ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളാണ് പുരോഗമിക്കുന്നത്. ഒപ്പം ഇവരുടെ ഈ മരിച്ചവരുടെ ബന്ധുക്കളെ ഈ ഒരു കാര്യം അറിയിച്ചിട്ടുണ്ടോ? അത് സംബന്ധിച്ച് എന്താണ് വിവരങ്ങൾ? വിഷ്ണു, സ്വാഭാവികമായും അത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. പ്രാദേശികമായി ആർക്കും തന്നെ ഇവരുടെ ബന്ധുക്കളുമായി ഒന്നും തന്നെ ബന്ധമില്ല. അതുകൊണ്ട് തന്നെ കസ്റ്റംസിലെ സഹജീവനക്കാർ അവർ ആ കാര്യങ്ങൾ അത് ഔദ്യോഗികമായി തന്നെ കസ്റ്റംസിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അവരുടെ ബന്ധുക്കളെ ഒരു കുടുംബത്തിലെ തന്നെ ആൾക്കാരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. അമ്മയും സഹോദരിയും അടക്കമുള്ളവരാണ് മരിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും മറ്റു ബന്ധുക്കളെ അവരുടെ കോൺടാക്ട്സ് നമ്പറുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തന്നെ ഇല്ലേ സഹപ്രവർത്തകർ, അവിടുത്തെ സുഹൃത്തുക്കൾ, അങ്ങനെയുള്ളവർ അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനിയും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമ്പോൾ അതിനുള്ളിൽ ബന്ധുക്കൾ എത്തുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തുതന്നെയായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാവും ഇതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാവുക. അതിലുപരി പോലീസ് സർജൻ തന്നെയാവും പോസ്റ്റ്മോർട്ടം നടത്തുക. കസ്റ്റംസിലെ മറ്റ് സഹപ്രവർത്തകരായ ഉന്നത ഉദ്യോഗസ്ഥരും ഉണ്ടാവും. ആ രീതിയിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചുള്ളത്. കസ്റ്റംസിലെ ഉദ്യോഗസ്ഥരടക്കം തന്നെ വൈകിട്ട് 7 മണി മുതൽ ഇവിടെ ഉണ്ട്. അവരും ഇതിൻ്റെ നടപടികളിലെല്ലാം ഭാഗവാക്കാവുന്നുണ്ട്. എന്തുതന്നെയായാലും ഈ നാടിനെ ആകെ നടുക്കിയ ഒരു കൂട്ട മരണം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇത് കാക്കനാട്ടെ കസ്റ്റംസ് ക്വാർട്ടേഴ്സിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇത് അവധി കഴിഞ്ഞ് ഉദ്യോഗസ്ഥൻ തിരിച്ചെത്താഞ്ഞതിനെ തുടർന്ന് ദിവസങ്ങൾക്ക് ശേഷം സഹ ഉദ്യോഗസ്ഥർ വീട്ടിൽ എത്തി പരിശോധന നടത്തുമ്പോൾ മാത്രമാണ് ഈ മരണവിവരം പുറത്തറിയുന്നത്. ഇനിയും ഇദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ വിവരങ്ങൾ അടക്കമുള്ളവ പരിശോധിച്ചെങ്കിൽ മാത്രമേ മറ്റ് എന്താവും കാരണമെന്നത്, ഇനി ആത്മഹത്യാക്കുറിപ്പ് അടക്കമുണ്ടോ എന്നതെല്ലാം തന്നെ പരിശോധിക്കുകയാണ്. അതിൽ എല്ലാം തന്നെ ഇനിയൊരു സ്ഥിരീകരണം ഉണ്ടാവണമെങ്കിൽ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് എത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ സ്ഥിരീകരണം പിന്നീട് മാത്രമേ ഉണ്ടാവുകയുമുള്ളൂ. വിഷ്ണു, ശരി. സുധീഷ് ഗോപാലാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.